അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ രണ്ടാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പ് ഞാൻ ഫസ്റ്റ് പാർട്ടിലെ തദ്രീബാത്ത് വർക്കുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അപ്പം നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാനി, രണ്ടാമത്തെ പാഠം. യുദ്ധിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ? ഉമ്മു സലമ, മൈമൂന റളിയല്ലാഹു അൻഹുമ എന്നിവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. നബി പത്നിമാരായ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു ഭാര്യമാരോടും മറയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അവർ ചോദിച്ചു, അദ്ദേഹം അന്ധനല്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം ഉന്നയിച്ചത്. സ്ത്രീ വീടിന്റെ വിളക്കാണ്, വീടിന്റെ ഐശ്വര്യമാണ്. അതിനാൽ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തു പോകാവൂ. പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം. ഭർത്താവോ മഹ്റമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. പുരുഷന്മാരെ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ചോ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചോ അവൾ പുറത്തിറങ്ങരുത്. പുരുഷന്മാരുമായി ഇടകലരുന്ന സാഹചര്യം ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തഗ്ഫിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹഖുന ത്വരീഖ അലൈകുന്ന ബിഹാഫാതി ത്വരീഖ്. അതിന്റെ അർത്ഥം നോക്കൂ. നിങ്ങൾ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക, വഴി മധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ നടക്കുക. സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയത്. സ്ത്രീകൾക്ക് ജുമുഅ ഇല്ല, മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തും ഇല്ല. എന്നാൽ പുരുഷന്മാർക്ക് മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചാലേ പൂർണ്ണ പ്രതിഫലം ലഭിക്കൂ. വീടിനകത്ത് വെച്ച് നിസ്കരിക്കുന്നതിലൂടെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. ഉമ്മു ഹുമൈദിനി സാഇദിയ്യ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിന്റെ വീടിന്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. സ്വകാര്യ റൂമിൽ നിസ്കരിക്കുന്നതാണ് പബ്ലിക് റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നിന്റെ വീട്ടിലെ പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിന്റെ കുടുംബ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട് മടങ്ങിയ ഈ മഹദി വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് നിസ്കാര സൗകര്യമുണ്ടാക്കുകയും മരണം വരെ അവിടെ വെച്ച് ഇബാദത്ത് നിർവഹിക്കുകയും ചെയ്തു. നോക്കൂ, മസ്ജിദുൻ നബവിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്നത്. സാധാരണ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലമാണ് മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിനുള്ളത്. ഇമാമത്ത് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകുന്ന ജമാഅത്തിനേക്കാൾ പ്രതിഫലമുള്ള മറ്റൊരു ജമാഅത്തുമില്ല. ഇത്രയും പ്രാധാന്യമുള്ള ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബി വനിതയെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇതിൽ വലിയ പാഠമുണ്ട്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നാൾക്കുനാൾ കൂടി വരികയാണ്. ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാന്യതയില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം ശറഅ് മുന്നോട്ട് വെച്ചത്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുറഫിന ഫലാ യുഗ്ദൈന വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അതിന്റെ അർത്ഥം, പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോടും
പെൺമക്കളോടും മുസ്ലിം സ്ത്രീകളോടും ശരീരമാകെ മറയ്ക്കുന്ന അയവുള്ള വസ്ത്രം ധരിക്കാൻ പറയുക. അവരെ തിരിച്ചറിയാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ മർഅത ഔറത്തുൻ ഫഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്വാൻ വഅഖറബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഖാരി ബൈതിഹാ. അതിന്റെ അർത്ഥം നോക്കൂ, സ്ത്രീ ഔറത്താണ്. പുറത്തിറങ്ങിയാൽ പിശാച് അവളെ എത്തി നോക്കും. അവൾ അല്ലാഹു തആലയിലേക്ക് ഏറ്റവും അടുക്കുന്നത് വീടിന്റെ ഉള്ളറയിലിരിക്കുമ്പോഴാണ്. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. അതിന്റെ അർത്ഥം, സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ ഭരണാധികാരിയാണ്. അപ്പൊ ഈ ബോക്സിൽ കൊടുക്കുന്നതൊക്കെ നിങ്ങൾ വായിച്ചിട്ട് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹാം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇസ്തഖിർന, അതിന്റെ അർത്ഥം നിങ്ങൾ പിന്നിൽ നടക്കുക. ഹാഫ, സൈഡ്. ത്വരീഖ്, വഴി. ബനാത്, പെൺമക്കൾ. അസ്വാജ്, ഭാര്യമാർ. ഇസ്തശ്റഫ, എത്തി നോക്കി. നിസാ, സ്ത്രീകൾ. ഹുജ്റ, പ്രൈവറ്റ് റൂം. ബൈത്ത്, റൂം. റഹ്മത്ത്, കാരുണ്യം. ദാർ, വീട്. ഖർ, ഉള്ളറ. അഖ്റബ്, ഏറ്റവും അടുത്തത്. ജിൽബാബ്, പർദ, അതായത് ശരീരമാകെ മറയ്ക്കുന്ന വസ്ത്രം. ഉമ്മു ഹുമൈദിനി സാഇദിയ റളിയല്ലാഹു അൻഹ, ഒരു സ്വഹാബി വനിത. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുൻഷിഉൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കുക. ഇവിടെ നമുക്ക് 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ വരുന്നത് പോലുള്ള 3 വാക്യങ്ങൾ നമ്മൾ നിർമ്മിക്കണം. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. അതിലെ ഒന്നാമത്തെ വാക്ക് നോക്കൂ, ഐശ്വര്യം. ഈ വാക്ക് വരുന്നത് പോലുള്ള ഒരു വാക്യം. സ്ത്രീ വീടിന്റെ ഐശ്വര്യമാണ്. അടുത്ത വാക്ക് നോക്കൂ, ആകർഷണം. മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിൽ സ്ത്രീകൾ നടക്കരുത്. അടുത്ത വാക്ക് പ്രതിഫലം. നമ്മുടെ അമലുകൾക്ക് പ്രതിഫലം നൽകുന്നവൻ അല്ലാഹു തആലയാണ്. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. യുദ്നീന അലൈഹിന്ന മിൻ ഡേഷ് ദാലിക അദിന അയ്യുഗ്റഫന. അവിടെ പൂരിപ്പിക്കേണ്ടത് ജലാബീബിഹിന്ന. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദിന അയ്യുഗ്റഫന. അടുത്തത് രണ്ടാമത്തത് ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ ഡേഷ് ത്വരീഖ്. അവിടെ പൂരിപ്പിക്കേണ്ടത് തഹഖുഖന. ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹഖുഖന ത്വരീഖ്. മൂന്നാമത്തത് വഅഖ്റബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഡേഷ് ബൈതിഹാ. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖാരി. വഅഖ്റബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഖാരി ബൈതിഹാ. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും ഇരിക്കുമ്പോൾ ഡേഷ് അവിടേക്ക് കടന്നു വന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും ഇരിക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വന്നു. 5. സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവോ ഡേഷ് പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. അവിടെ പൂരിപ്പിക്കേണ്ടത് മഹറമായ. സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. 1. അദ്ദേഹം അന്ധനല്ലേ. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് നമ്മൾ എഴുതേണ്ടത്. ആ പ്രവർത്തനം നോക്കൂ. പത്നിമാരായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഭാര്യമാരോടും മറയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണിത്. അപ്പൊ ഇതാണ് അവിടുത്തെ സന്ദർഭം. നുബയ്യിനു സിയാഖ്, അതിലെ രണ്ടാമത്തത്
നിന്റെ വീടിന്റെ ഉള്ളറയിൽ നിസ്കരിക്കുന്നതാണ് നിനക്കുത്തമം. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭം. അതിന്റെ ഉത്തരം നോക്കൂ. ഉമ്മു ഹുമൈദിനി സഅദിയ്യ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിന്റെ വീടിന്റെ ഉള്ളറയിൽ നിസ്കരിക്കുന്നതാണ് നിനക്കുത്തമം എന്ന് മഹദിയെ ഉപദേശിച്ചു. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം തഹസീസ് അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. നിങ്ങളുടെ കുടുംബത്തിലും അയൽപക്കത്തുമായി എത്ര മുതിർന്ന സ്ത്രീകളുണ്ട്? അവരിൽ പർദ്ദ ധരിക്കുന്നവർ എത്രയുണ്ട്? റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പൊ ഈ പ്രവർത്തനം നിങ്ങൾ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക. ഇനി നോക്കൂ, തഹസീസ് അതിലെ 2ാമത്തത് സ്ത്രീരംഗ പ്രവേശവും സ്ത്രീ പീഡനവും എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. സ്ത്രീരംഗ പ്രവേശവും സ്ത്രീ പീഡനവും. സ്ത്രീരംഗ പ്രവേശം ഇത്രയധികം ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഭരണരംഗത്ത് സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണെന്നത് കാണാം. കാരണം പ്രകൃതിയും സ്ത്രീയും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. പുറത്തേക്കുള്ള അവളുടെ കാൽവെപ്പ് അവൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനിടയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ പല സംഭവങ്ങളും എടുത്തു നോക്കിയാൽ സ്ത്രീരംഗ പ്രവേശം നമുക്ക് കാണാൻ കഴിയില്ല. സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. അവൾ വീടിന്റെ ഐശ്വര്യമാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നാൾക്കുനാൾ കൂടി വരുന്നു. അവൾക്ക് അവളുടെ വീട് വിട്ടാൽ എവിടെയും സുരക്ഷയില്ല. അവളുടെ ശരീരപ്രകൃതി പുരുഷനിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. അവൾ പുറത്തിറങ്ങുമ്പോൾ പൂർണ്ണ ഹിജാബിലായിരിക്കണം പോകേണ്ടത്. അത് തെറ്റിക്കൽ ശറയിൽ അനുവദനീയമല്ല. മാത്രമല്ല, അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. സ്ത്രീ ഒറ്റയ്ക്കാണെന്ന് കണ്ടാൽ അവളെ അപായപ്പെടുത്താനും പീഡിപ്പിക്കാനും നോക്കി നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലെയുള്ള പല വാർത്തകളുമാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഓരോ ചുവടും എടുത്തു വെക്കേണ്ടത്. ഇസ്ലാമിലെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള എല്ലാ നിയമങ്ങളും അവൾക്ക് വളരെയധികം സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.